ഹലോ ഗായ്സ്, അപ്പോ നമ്മളിതാ വീണ്ടും നമ്മുടെ ഒരു പുതിയ പരിപാടിക്ക് വേണ്ടി ഞാൻ ലാസ്റ്റ് പോയ സമയത്ത് പറഞ്ഞില്ലേ ഇനിയിപ്പോ കുറച്ച് ടൈം എടുക്കുമെന്ന് വീഡിയോ വരാനായിട്ട്. അപ്പൊ നമ്മൾ ഒരു ഏകദേശം ഒരു കുറച്ച് നാൾക്ക് ശേഷം ബ്രേക്കിന് ശേഷം വന്നിരിക്കുകയാണ്. ഇന്നിപ്പോ നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ടണലാ, കുതിരാൻ ടണല്. അതായത് നമ്മുടെ കേരളത്തിൽ ആകെയുള്ള ഒരു ടണലാണ്. ആ ഫസ്റ്റ് ടണൽ ഇതാ. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, പിന്നെ നമ്മുടെ കൂടെ കൂടാം. ജസ്റ്റ് ഒന്ന് നോക്കിക്കോ ദേ. അപ്പോ ഗായ്സ് നമ്മളിത് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ കുതിരാന്റെ ഒരു കട്ട് റോഡാ. കട്ട് റോഡിലാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചെറിയൊരു ഏരിയ മാത്രം നമുക്ക് കുറച്ച് മോശം വഴിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് നല്ല റോഡ് തന്നെയായിരുന്നു, പക്ഷെ ഇപ്പോ അതൊരു മോശം റോഡാണ്. കാരണം ടാർ കണ്ടില്ലെങ്കിൽ ഇപ്പോ കാണാൻ പറ്റും. അതായത് ടാറിന്റെ അവശിഷ്ടങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഇപ്പൊ ഈ ഇവിടെയുള്ള കുറച്ച് വീടുകൾ മാത്രം, അതായത് കുറച്ച് വീടുകൾ മാത്രം ഉള്ള കാരണം കൊണ്ട് മാത്രം ഇവിടെ ഈ വഴി ഇങ്ങനെ നിലനിർത്തിയേക്കണം. പക്ഷെ ടാറിടല് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതിന്റെ അകത്ത് നമ്മുടെ പഴയ കുതിരാനമ്പലം ഉണ്ട്. അതുകൊണ്ട് ഈ വഴി ഇപ്പോൾ ഇങ്ങനെ നിലനിൽക്കണു. സോ നമ്മൾ അവിടേക്ക് ഒരു വളഞ്ഞ റൂട്ടാ പോണ. നോക്കി നോക്കാം അല്ലെ എന്താണ് അവസ്ഥ. ഇപ്പൊ ഇത് കണ്ടോ, ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ടാറിട്ട റോഡ് കിട്ടാൻ തുടങ്ങി. ഇത് ഒക്കെ നമ്മുടെ പഴയ വഴി കേട്ടോ. ഇപ്പോഴും ഏകദേശം ഒരു 2-3 വർഷമായി ഈ വഴി കൂടെ വണ്ടി പോയിട്ട്. 3 വർഷത്തിന് മുകളിലായി. എങ്കിലും വണ്ടി പോവാത്തോണ്ട് തന്നെ റോഡ് നല്ല സൂപ്പറായിട്ട് കിടക്കുന്നുണ്ട്. റബ്ബറൈസ്ഡ് റോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് റബ്ബറൈസ്ഡ് റോഡ്. വണ്ടി ഒരു പ്രശ്നവും പറ്റാണ്ട് ഇതേ കിടക്കണുണ്ടോ. ഇവിടെ പോണ വഴിക്ക് കുറച്ച് വീടുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ പിള്ളേര് കളിക്കണൊക്കെ കാണാം. സായാഹ്ന സമയങ്ങളിൽ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ എൻജോയ് ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. പണ്ട് ഇലകടൊന്നും പറ്റില്ലായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലകട തുരുതുരാന്ന് വണ്ടി പോണ റോഡായിരുന്നു. പിന്നെ അത് ഈ പോണ വഴിക്ക് നമുക്കൊരു ചെറിയ പാലം കാണാട്ടോ. ഇത് നമ്മൾ ഇന്ത്യക്കാര് പണിത പാലമല്ല. ഇന്ത്യക്കാരുടെ കൈകളേക്കാളും കൂടുതൽ ഈ ബ്രിട്ടീഷുകാർ അതേപോലെ പുറം നാട്ടുകാർ പണിത ഒരു പാലാണിത്. ഇപ്പോഴും അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സൈഡിൽ കൈവരി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എന്തുകൊണ്ടും സൂപ്പറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതാ ഇത് കണ്ട, ഈ മരമൊക്കെ ഇവിടെ നിന്നായിരുന്നു കേട്ടാ. ഒരു കഴിഞ്ഞ മാസത്തെ മഴയത്ത് ഇങ്ങോട്ട് പോന്നാ. ഇതൊക്കെ സൈഡിൽ നല്ല നിഴലായിട്ടുന്ന സാധനമായിരുന്നു, തണൽമരായിരുന്നു. ഇപ്പൊ ഒക്കെ പോന്ന. പിന്നെ വഴി നോക്കോ, വഴിയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഒരൊറ്റ ടാറ് പൊളിയിലോ അതേപോലെ തന്നെ കുണ്ടോ കുഴിയോ ഒന്നും കാണാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടാറിങ് ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മള് പെട്ടെന്ന് തുരങ്കം വന്നോടെ ഈ വഴിയുടെ കാര്യങ്ങളുള്ള ഒരു തീരുമാനമായി. അതേപോലെ തന്നെ ഇതിലേക്കടെ ഇപ്പൊ അപ്പൊ നമ്മള് ജസ്റ്റ് ഇതിലേക്കടെ പാസ് ചെയ്തപ്പോ കാണാം. ഇപ്പൊ ഇത്ര നേരമായിട്ട് പോയത് ഒരു വണ്ടിയാണ്. പിന്നെ ഇവിടുത്തെ നാട്ടുകാർ തന്നെ, അതായത് നമ്മളൊക്കെ തന്നെ ഇതിലേക്കടെ ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങനെ പാസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. പിന്നെ ഉണ്ടോ ഇതുണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ ബ്യൂട്ടി ആട്ടോ. കാരണം വൈകുന്നേരം ആവുന്ന സമയത്ത് ആൾക്കാർ ആടിനെ തീറ്റാൻ ഇറങ്ങുക. പിന്നെ ഇതാ ഇത് കണ്ടോ, ഇതൊക്കെ പുറം നാട്ടുകാരാണ്, ഇവിടെ വന്ന് താമസിക്കുന്നതാണ്. ഷെൽട്ടറൊക്കെ അത്ര വലിയ സെറ്റപ്പ് അല്ലെങ്കിലും അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുത്തേക്കുക. പിന്നെ ഇവിടുന്ന് റൈറ്റിലേക്കെല്ലാം കാടാണ്, ഫുള്ള് കാട്. നമ്മുടെ എന്താ പറയാ, കാണാൻ പറ്റും. ജസ്റ്റ് ഒരു ബോർഡ് ഞാൻ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇവിടത്തെ ഈ ഒരു ടൈമിൽ ഈ സമയത്ത് ഇവിടേക്ക് വരുമ്പോ ഒരു തണുപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് കറക്റ്റ് ചെന്ന് കയറുന്ന വഴിക്ക് എന്താ പറയാ, ഒരു നമ്മുടെ ഈ ഏരിയയിൽ ഇപ്പൊ അവിടെ നിന്ന് അധികം കയറിയിട്ടില്ലെങ്കിൽ ഈ ഏരിയയിൽ കുറച്ച് തണുപ്പ് കിട്ടുന്ന ഒരു സ്പോട്ടാണ്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ ബോർഡ്. ഇത് അവിടേക്കുള്ള വഴിയാ, വനവിജ്ഞാന കേന്ദ്രമാണ്. ഇതുണ്ടോ എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. ഇത് അതിന്റെ അത് കയറി കഴിഞ്ഞ സെറ്റാ. ഒരു ട്രക്കിങ്ങിനുള്ള മൂടൊക്കെ ഉണ്ട്. നമ്മൾ ഈ ചെറിയ സ്കൂളിൽ ഇവിടെ അടുത്തുള്ള LP സ്കൂളുകളിലെ കുട്ടികൾക്ക് മൊത്തം കാടിനെ കുറിച്ച് അറിയാനായിട്ട് ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നത് ഈ റൂട്ടാ. നമുക്ക് അതിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. ഇപ്പൊ വരും ദിവസങ്ങളിൽ നമുക്കൊരു അവസരം കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും പോകാവുന്നതാണ്. എന്തായാലും ഇന്നിനിപ്പോ പറ്റില്ല, ഇന്ന് ഓൾറെഡി ലേറ്റ് ആണ് നമ്മള്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ഏരിയ. എങ്കിലും ഒന്നും കൂടെ കാണിച്ചു നോക്കാം. അതായത് ജസ്റ്റ് ഈ വീഡിയോയും ആ വീഡിയോയും തമ്മിൽ ഏകദേശം ഒരു മാസത്തിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോ ഒരു മാസം കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് അവസ്ഥ എന്നുള്ളത് ഇതിപ്പോ കാണാം. കണ്ടോ, ഇത് നമ്മൾ അന്നെടുത്ത ആ കുതിരാൻ ധർമ്മശാസ്ത്ര ടെമ്പിൾ ആണ്. കണ്ടോ, ഇതാണ് സ്പോട്ട്.
പിന്നെ ഇതിലേക്കൂടെ ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ വൈബ് തന്നെ കേട്ടോ. ഇത് കണ്ട എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അറിയില്ല, എങ്കിലും ഇപ്പോ കറന്റ് ഇവിടെ വരുന്ന ഒരാൾക്ക് ഈ വൈബ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീൽ അത് വേറെ മൂഡ് തന്നെ. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിപ്പോ നമ്മൾ ചെറിയൊരു കുന്നിന്റെ മുകളിൽ നിൽക്കണേ. കുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു മലമ്പ്രദേശം പോലെ. ഇത് ശരിക്കും പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു ചുരാന്ന് പറയുള്ളൂ. ഇപ്പൊ നമ്മൾ പുറത്ത് പോയിട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും കുതിരാൻ ചുരം എന്ന് ഒരുപാട് പേര് പറയുന്നതായിട്ടുണ്ട്. പിന്നെ പണ്ട് ഈ വഴിക്കൂടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും. ഈ റൈറ്റ് സൈഡിൽ അല്ല ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ മലയൊക്കെ ഒരുപാട് പണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വന്ന ഒരു മലയാണ്. ഇത് കാരണം കൊണ്ട് 2 ദിവസമൊക്കെ ഇവിടെ ബ്ലോക്ക് ആയിട്ട് നടന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമുക്കിപ്പോ 5 മിനിറ്റ് ഒരു ട്രാഫിക്കിന്റെ ഇടയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. 2 ദിവസമൊക്കെ ഇവിടെ ആൾക്കാർ നിന്നിട്ട് 2 ദിവസം. അതും നമ്മളെ കേരളീയര് പോലും ഇല്ല, പുറത്തുനിന്നുള്ള ആന്ധ്രാക്കാര്, അതേപോലെ തന്നെ തമിഴന്മാര്, അങ്ങനെയുള്ളവര്, അതായത് തമിഴ്നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നമുക്കറിയാം അതിനെ ആ ഒരു ബുദ്ധിമുട്ട് അറിയാൻ പറ്റും. പുറം നാട്ടിൽ പോയിട്ട് സ്റ്റക്കായി കിടക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുറം നാട്ടുകാര് ഇവിടെ വന്ന് സ്റ്റക്കായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ. അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ നിലവിലുള്ള അവസ്ഥകൾ. പിന്നെ ദാ ഇത് കണ്ടോ, നമ്മുടെ റോഡിന്റെ എൻഡ് ആട്ടോ. ഇവിടെ റോഡ് കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് ടാറാ. ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് ഇപ്പൊ ഇവിടേക്ക് എൻഡ് ആയിട്ടുണ്ട്. ഈ ഒരു ഇത് കണ്ടില്ലേ, ഇവിടെ എൻഡ് റോഡിന്റെ ടാർ ഇവിടം വരെ ഉള്ളൂ. ഇനിയിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു വഴിയുണ്ട്. ഈ കുഞ്ഞു വഴി ഇട്ടേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് നമ്മുടെ എന്താ പറയാ കുതിരാൻ ടണലിന്റെ അപ്പുറത്തെ സൈഡിലേക്ക്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്താനായിട്ടുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ വന്ന പാലക്കാട് സൈഡിൽ നിന്നാണ്. ഇനിയിപ്പോ അത് തൃശ്ശൂർ സൈഡിലേക്ക് എത്താനുള്ള ഒരു വഴി, അത് ഒരു നടവഴി മാത്രമേ ഉള്ളൂ. എങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് വഴിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കൂടെ കാട്ടുമൃഗങ്ങൾ പലതും ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും കാടാണ്, റൈറ്റ് സൈഡിലും കാടാ. റൈറ്റ് സൈഡിൽ കുറച്ച് വലിയ കാടാ, ലെഫ്റ്റ് സൈഡിലായാലും കാട് തന്നെയാ. നമ്മളിപ്പോ ഈ 2 കാടുകളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു വഴിയായിരുന്നു ഈ NH. ഇപ്പൊ ഈ 2 കാടുകൾ യോജിച്ചു. അതായത് ഇത്രയും ദൂരമുള്ള NH 544 അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള കാടുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്പോട്ടാണ് ഈ കുതിരാൻ. സോ അതിന്റെ നടുക്കിലുള്ള നടവഴിക്കാണ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതിന്റെ ഇടയ്ക്കിടയൊക്കെ നടക്കുമ്പോഴും പോകുമ്പോഴൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതില് നമുക്കിപ്പോ ഒരു ഗ്യാരണ്ടിയും തരാൻ പറ്റില്ല ഉണ്ടാവൂലെന്ന്. പക്ഷെ റിസ്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിലൊരു ഭംഗിയുള്ളൂ. എന്ന് പറയുന്ന പോലെ റിസ്ക് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സുള്ള ഒരാൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വർത്താണ്. ഈ ട്രാവൽ വർത്താണ്. ഇപ്പൊ ഇത് കണ്ടോ, ഇതിപ്പോ നമ്മള് എത്തി ഇവിടേക്ക് എത്തി. ഇവിടെ നിന്ന് ഇങ്ങനെ നിങ്ങക്ക് നോക്കുമ്പോ കാണാൻ പറ്റും, കണ്ട. അതായത് കുതിരാൻ ടണലിന്റെ തൃശ്ശൂർ സൈഡാണ് നമ്മളിപ്പോ നിക്കണേ, കണ്ട. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് 1 2 3 മലകൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ വണ്ടികളൊക്കെ വരുന്നത് കാണാൻ പറ്റും. ഈ വ്യൂ ഒക്കെ കുറച്ച് റെയർ ആട്ടോ, കുറച്ച് റെയർ ആയിട്ടുള്ള വ്യൂ തന്നെയാണ് വരുന്നത്. കണ്ടാ, അവിടെ നിന്ന് പോലെ വണ്ടികൾ വരുന്നത് കാണാൻ പറ്റും. എങ്ങനെയുണ്ട്, സെറ്റ് അല്ലേ വ്യൂ? ഇത് ഈ 2 മലയുടെ അവിടെ. ഇനിയിപ്പോ നമുക്ക് വേറൊരു സാധനങ്ങൾ കാട്ടിത്തരാം. ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയിട്ട് ആ റോഡിന്റെ സൈഡിൽ നിന്നിട്ടുള്ള വ്യൂ കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോ ഇത് കാണാൻ നല്ല രസം കേട്ടോ. എങ്ങനെയുണ്ട്, പൊളിയല്ലേ ഐറ്റം? ഓക്കെ. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ടണലിൽ എന്തെങ്കിലും തരത്തിലൊരു എന്താ പറയാ ആക്സിഡന്റ് കാര്യങ്ങൾ നടന്നിട്ട് അത് സ്റ്റക്ക് ആവുക എന്നുണ്ടെല്ലാം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടികൾ വിടാൻ പറ്റുന്ന ഒരു സ്ഥലം, ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ഈ വഴി റെഡി ആയിട്ട് ഇപ്പൊ ഞാൻ കാണിച്ചല്ലോ, ഈ നടവഴിയാണ്. അതായത് അവിടെ നിന്ന് വരുന്ന റോഡ് കണക്ട് ചെയ്ത് ഇവിടേക്ക് എത്താനായിട്ട് ഇവിടെ ഈ ടാറിട്ട അവിടം വരെ വണ്ടി വരും. ടാറിട്ട അവിടം വരെ വണ്ടി വന്നിട്ട് ബാക്കി ഇത് മൊത്തം നടന്നിറങ്ങേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ ഇവിടെ എങ്ങനെ റോഡ് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലിയറാ. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ടണലിന്റെ അകത്ത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി വരുത്തുന്ന ഒരു വഴി തന്നെയാണ്. സോ ബെറ്റർ ആയിരിക്കും അല്ലേ? എല്ലാം വേണം.
പക്ഷെ നമ്മൾ അതിന് ഒരു പ്ലാൻ ബി, ഒരു ബാക്കപ്പ് പ്ലാൻ കൂടെ കണ്ടുവെക്കണം. അങ്ങനെ ഒരു ബാക്കപ്പ് പ്ലാൻ ആണിത്. പക്ഷെ എങ്കിലും പകുതി വഴിക്കിട്ട് നിർത്തിയേക്കാന്ന് മാത്രം. പകുതി വഴിക്കിട്ട് നിർത്തിയേക്കണല്ല, പകുതി വഴി ഇല്ല. ഇത് ഓൾറെഡി ഉള്ള വഴി പകുതി വഴിക്ക് കിടക്കുക അങ്ങനെ. അപ്പോ നമുക്ക് അങ്ങോട്ട് പോകാല്ലേ? ഞാൻ പറഞ്ഞ മറ്റേ എൻഡ് അങ്ങോട്ട് പോവാം. നമ്മളെപ്പോഴും വരണ വഴിക്കുണ്ടല്ലോ ഒരു സ്പോട്ടിൽ നിർത്തും. ആ സ്പോട്ട് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ. ഇത് കണ്ട, ഇതാണ് ആ സ്പോട്ടിന്റെ പ്രത്യേകത. അതായത് നമ്മളിങ്ങനെ വന്ന് ഇവിടെ എത്തണ സമയത്ത് നമ്മൾ നിർത്തും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും, അതായത് ഇവിടെ കുറച്ചു നേരം നിന്നിട്ട് പോവാം എന്ന് ചിന്ത വരുന്നൊരു സ്പോട്ട് അത്. ഇവിടെ താഴത്തേക്ക് കുറച്ചുണ്ട് കേട്ടോ. പണ്ട് വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്തിരുന്ന സ്ഥലം, ഇപ്പോഴും ആരാണ്ടൊക്കെ വന്നിട്ട് വേസ്റ്റ് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ സ്മെല്ല് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് വേറെ മൂടാ. അതാണ് ഇതിന്റെ അവസ്ഥ. ഏറ്റവും ബെസ്റ്റ് വ്യൂ എന്ന് അറിയില്ലേ, ഇവിടെ ഈ നിക്കണയിൽ ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് വ്യൂ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈറ്റ് ചെയ്ത് കാണിച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഏരിയയുടെ ഭംഗി ഇതാണല്ലോ, ഇതാണ്. ഇത് കാണുമ്പോ എങ്ങനെയാ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് നിൽക്കാണ്ടിരിക്കാൻ പറ്റുക? ഇതൊന്ന് ശ്രദ്ധിക്കാണ്ട് പോകാൻ പറ്റുമോ? ഇവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് കാറ്റും കൊണ്ട് പോകാനല്ലേ തോന്നുള്ളൂ. ഇതാണ് ആ സ്പോട്ട്. അതായത് ഏതാ മൂടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളി മൂടുന്നെന്ന് പറയാം അല്ലേ? കണ്ടാ, സെറ്റ്. ഇത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നൈസാ, നല്ല അടിപൊളി തന്നെയാ. കാരണം വേറൊന്നല്ല, ഏതോ ഒരു ടീമുകൾ വന്നിട്ട് വേസ്റ്റ് ഡംപ് ചെയ്തിട്ട് പോയേക്കണ്ടാണ്. കണ്ടാ, ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അടിപൊളി. ചെറിയൊരു സ്മെല്ലും ഉണ്ട്, അത് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോ ഈ കാണുന്നതാണ് നമ്മുടെ ടണലിന്റെ തൃശ്ശൂർ സൈഡ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഇട്ട് പിടിച്ച് കിടക്കണമെങ്കിൽ അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ ആ ഒരു ക്ലിപ്പ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഇത് കണ്ടോ, ഇവിടെ കുറച്ച് നൈസാണ് ചെയ്തണ്ട. ആംബിയൻസ് ഉള്ള ഒരു സ്പോട്ടാ. ഇപ്പൊ ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ നട്ടു വളർത്തിയിട്ട് ഇവിടെ കുറച്ച് മനോഹരാക്കിയിട്ടുണ്ട്. പൂക്കളില്ല, കുറച്ചുകൂടെ പൂക്കൾ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നന്നായിരുന്നു. ഇതിൽ കുറച്ച് പൂക്കളുണ്ട്, കുറച്ച് ലൈറ്റ് ഡിം ആയതിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല രസമാട്ടോ കാണാനായിട്ട്. പിന്നെ ഇതൊരു വെളിമ്പ്രദേശം. ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക്, നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ സായാഹ്ന സമയത്ത് ഇവിടുത്തെ ആ ഒരു വൈബ് വേറെ ലെവലാ. കാരണം അവിടുന്ന് വണ്ടികൾ വരുന്നതിന്റെ കഴിഞ്ഞാൽ എല്ലാവരും തിരക്കിട്ട് ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ നിൽക്കുന്ന ഒരു ടൈമാണ്. പിന്നെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ ഈ 2024 അവസാനമാണ്. സോ ആ റോഡിൽ അതിന്റെ ഒരു റഷ് കാണാൻ കിടക്കുന്നുണ്ട്. നല്ല തിരക്കാണ് കണ്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് റോഡൊന്ന് ക്രോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുത്തിട്ട് വേണം ക്രോസ് ചെയ്യാനായിട്ട്. ഇത് കണ്ടില്ലേ, ഇത് നമ്മള് പാലക്കാടിന് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ സൈഡിന്റെ എൻട്രി അത്. നമ്മളിപ്പോ കടക്കാട്ടോ. ഇതില് കണ്ടില്ലേ സൈൻ ബോർഡുകളൊക്കെ മുകളിൽ നോക്കിയിട്ടുണ്ട്. അതായത് LED സൈൻ ബോർഡ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര സ്പീഡാണ് ഇവിടെ നമുക്ക് പോകാൻ അനുവദിച്ചിട്ടുള്ളത്. അതായത് 40 km/h, 40 km സ്പീഡിലാണ് നമുക്ക് ഇവിടെ പോകാൻ പാടുള്ളൂ. പിന്നെ ഇനി സൈൻ ബോർഡുകളാവാൻ പറ്റില്ല. റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതാട്ടോ എമർജൻസി എക്സിറ്റ് ആണ്. ഇത് നമ്മുടെ ഫസ്റ്റത്തെ എമർജൻസി എക്സിറ്റ്. ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ടണല് ഓപ്പറേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വഴി അപ്പുറത്തെ ടണലിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇനി ഒരു എക്സിറ്റ് കൂടെ വരുന്നുണ്ട്, എമർജൻസി എക്സിറ്റ്. ഇപ്പൊ ഈ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ, ആ രണ്ട് പില്ലറിന് ഇടയിലുള്ള എക്സിറ്റ് ആണ് എമർജൻസി എക്സിറ്റ്. പിന്നെ ഈ തുരങ്കത്തിന് ഏകദേശം ഒരു കിലോമീറ്ററിന് അടുത്ത് വരെ നീളം വരുന്നുണ്ട്. 1 കിലോമീറ്റർ ഫുള്ളായിട്ടില്ല, 1 കിലോമീറ്ററിന് അടുത്ത് വരെ. നമ്മളപ്പോ ഏകദേശം എത്താറായി. ഇതിന്റെ അകത്ത് ഓവർടേക്കുകളൊന്നും പാടില്ല എന്നുള്ളതിന്റെ ബോർഡ് സൈഡിൽ കാണാം. പിന്നെ എമർജൻസി ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ കാര്യങ്ങളൊക്കെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം എക്വിപ്ഡ് ആണ്. പിന്നെ നമുക്ക് ടെലിഫോണും കാര്യങ്ങളൊക്കെ
കണ്ടോ നമ്മളിപ്പോ പാലക്കാട് സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഒരു ബസ് നമ്മളെ പാസ് ചെയ്യുന്നുണ്ട്, കണ്ടക്കാരെല്ലാം നോക്കിയിട്ടുണ്ട്. ഇവിടേക്ക് അതിന്റെ നമ്മളിപ്പോ ടണലിന്റെ അകത്ത് ഭയങ്കര ചൂടാട്ടോ. ഇപ്പൊ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്കറിയാൻ പറ്റും, ടണലിന്റെ അകത്ത് ഭയങ്കര ചൂടാ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു അന്തരീക്ഷം, അതായത് ഇപ്പോ ഈ ഒരു ടൈം ഡിസംബർ ടൈമിൽ ജനുവരി ടൈമിലൊക്കെ നല്ല തണുപ്പായിരിക്കും അതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്. അത് ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും സിമ്പിൾ ആയിട്ട് ഒരു പടത്തിനൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് അത് ഫീൽ ചെയ്യാറുള്ള. രാത്രി സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രാത്രി നല്ല തണുപ്പായിരിക്കും. പിന്നെ കണ്ടില്ലേ, ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്പോട്ടിലേക്ക് എത്തി. സോ ഗായ്സ്, ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ ചെറിയൊരു ടൈം നമുക്ക് കിട്ടിയുള്ളൂ, എങ്കിലും ചെറിയൊരു ടൈമിൽ കുറച്ച് വിഷ്വൽസ് നമുക്ക് പകർത്താൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് കുറച്ച് ലേറ്റ് ഇറങ്ങുന്ന സമയത്ത് ലേറ്റ് കാര്യങ്ങളൊക്കെ പോയി. ഇനിയിപ്പോ എന്തായാലും അടുത്ത പ്രാവശ്യത്തെ വ്ളോഗ് നമുക്ക് അടിപൊളിയാക്കും. എപ്രാവശ്യത്തും പറയുന്ന പോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഡേ ബൈ ഡേ, ബ്രിക്ക് ബൈ ബ്രിക്ക് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ വീഡിയോകളായി ഓരോ ക്ലിപ്പുകളായി കഴിഞ്ഞാലും. സോ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ.